വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. നമുക്കിടയിൽ ചില ആളുകളുണ്ട്, ഏത് സിറ്റുവേഷനിലും എക്സ്ക്യൂസസ് പറയുന്നവർ. എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞാലും, രണ്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞാലും, നല്ലൊരു ജോബിൻ്റെ കാര്യം പറഞ്ഞാലും എല്ലാം ഇവരെന്തെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിവായിക്കൊണ്ടിരിക്കും. ഈ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എത്ര ആഗ്രഹിച്ചാലും ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് കഴിയാറില്ല. നിങ്ങളിങ്ങനെ എല്ലാത്തിനും എക്സ്ക്യൂസസ് കണ്ടെത്തുന്ന ഒരാളാണോ? ഇങ്ങനൊരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് എവിടെയും എത്തിച്ചേരാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും, പക്ഷേ ഈ ഒരു ഒറ്റ ക്യാരക്ടർ കൊണ്ട് നിങ്ങൾക്കതൊന്നും നേടിയെടുക്കാൻ പറ്റാതാവും. ഈ ഒരു എക്സ്ക്യൂസസ് പറയുന്ന ക്യാരക്ടർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു ഹാബിറ്റ് നിങ്ങളിലേക്ക് വന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തുക. ചില ആളുകൾക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും. അതായത്, ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ ശരിയാവുമോ, തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, ഞാനിവിടെ തോറ്റു പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് ചിലർ എക്സ്ക്യൂസ് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് ട്രൈ ചെയ്യും. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം കുറവുള്ള ആളുകൾക്കും ഈ ഒരു കാര്യമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് വല്ലാത്തൊരു മടി തോന്നും. അപ്പോൾ അവർ എക്സ്ക്യൂസസ് പറയും. പിന്നെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ മടിയുള്ള ആളുകളും ഏതൊരു അവസരം വന്നാലും അവിടെ എക്സ്ക്യൂസസ് കണ്ടെത്തി അതിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ പുതിയൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ള മടി കൊണ്ടും ചില ആളുകൾ എക്സ്ക്യൂസസ് പറയും. അപ്പോൾ ഇതിലെന്താണ് നിങ്ങളുടെ റീസൺ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതാണോ, അതോ സെൽഫ് എസ്റ്റീം ഇല്ലാത്തതാണോ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തതാണോ, അതോ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാനായിട്ട് ഉള്ള മനസ്സില്ലാത്തതാണോ? ഇതിലേത് റീസൺ കൊണ്ടാണ് നിങ്ങളിങ്ങനെ എക്സ്ക്യൂസസ് കണ്ടെത്തുന്നതെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട്, അടുത്ത തവണ നിങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഒരിക്കലും എക്സ്ക്യൂസ് പറഞ്ഞ് മാറി നിൽക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. മൂന്നാമതായിട്ട്, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ശീലിക്കുക. അതായത്, ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോയി രണ്ട് വാക്ക് സംസാരിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒന്ന് പങ്കെടുക്കാനായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ നിങ്ങൾ ആ ഒരു ഇരിക്കുന്ന കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾ ഏറ്റെടുക്കുക. നാലാമതായിട്ട്, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, അമിതമായി ചിന്തിച്ചു കൂട്ടാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് വാക്കൊരിടത്ത് സംസാരിക്കണമെങ്കിൽ, അയ്യോ ഞാനിത് പറഞ്ഞാൽ ശരിയാവുമോ, എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴേ പേടിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും കാണാൻ പോകണമെങ്കിൽ അവരോട് ചെന്ന് ഞാൻ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക. അഞ്ചാമതായിട്ട്, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്, ഓരോ ആളുകൾക്കുള്ള കഴിവുകളും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ മറ്റൊരാൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലായിരിക്കും. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളത് ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ ചെയ്തേ നമുക്ക് നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കാനായിട്ട് പറ്റൂ. അല്ലാതെ അവർ ചെയ്യുന്ന പോലെ എനിക്ക് പറ്റില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, അവരെ കൊണ്ട് ചെയ്യിച്ചാൽ പോരെ, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് മാറി നിൽക്കാതിരിക്കുക. ആറാമതായിട്ട്, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് ഒഴിവാക്കുക. അതായത്, എനിക്കിതിനുള്ള കഴിവില്ല, അത് നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. ആരെക്കൊണ്ടും എന്ത് കാര്യവും സാധിക്കും, നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. നിങ്ങൾ ട്രൈ ചെയ്ത് വേണം നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും എത്തിച്ചേരാനായിട്ട് കഴിയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഒഴിവാക്കുക. ഏഴാമതായിട്ട്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണിക്കുക. ഒരിക്കലും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ചില ആളുകളുണ്ട്, രണ്ടുപേര് ചേർന്നായിരിക്കും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പം എല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തലയിൽ വെച്ചിട്ട് അവരൊഴിവാകും. എനിക്കിതിലൊരു ഉത്തരവാദിത്വമില്ല, എല്ലാം അവനാണ് ചെയ്തത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കും അതിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഏറ്റെടുക്കാനായിട്ടുള്ള ധൈര്യം കാണിക്കുക. ഒരിക്കലും മറ്റുള്ളവരെ പഴിചാരി ഒഴിവാകാനായിട്ട് ട്രൈ ചെയ്യരുത്. എട്ടാമതായിട്ട്,
നിങ്ങൾക്കുള്ള കഴിവുകളൊക്കെ നിങ്ങളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതായത് എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്, എനിക്ക് ആളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെ നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. പിന്നെ മുമ്പ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള തോൽവികൾ, എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിക്കാൻ പോയി നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചൊരു കാര്യം ശരിയാക്കാൻ പോയിട്ട് അത് നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കഴിഞ്ഞു പോയ കാലത്തെ തോൽവികളൊക്കെ നിങ്ങളങ്ങ് മറക്കുക, അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഫെയിലിയേഴ്സൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. 9ാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കുക. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവില്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ്സിന് നിങ്ങൾ കൂടുതൽ ട്രൈ ചെയ്യുക. ഇപ്പോൾ എനിക്ക് പ്രസംഗിക്കാനായിട്ടുള്ള കഴിവില്ല, എനിക്ക് 4 ആളുകളുടെ മുമ്പിൽ സംസാരിക്കാനായിട്ടുള്ള കഴിവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക. അങ്ങനെ ചെറുതായിട്ട് ട്രൈ ചെയ്ത് വേണം നിങ്ങൾ മുന്നിലേക്ക് വരാനായിട്ട്. 10ാമതായിട്ട് ലൈഫിനെ പറ്റി കൂടുതൽ നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, എൻ്റെ ലൈഫിൽ എനിക്ക് ഇവിടെ എത്തിച്ചേരണം, അങ്ങനെ കറക്റ്റായിട്ടൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഓവറായിട്ട് എക്സ്ക്യൂസസ് പറയുന്ന ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.